തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എരുമകുഴി സ്വദേശി ബെൻസൺ എബ്രഹാമാണ് തൂങ്ങി മരിച്ചത്. സ്കൂളിൽ പ്രോജക്റ്റ് സമർപ്പിക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. ടെൻഷൻ കയറിയതാണോ എന്ന് എനിക്ക് സംശയം. എ.വി. ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത്. ജയശങ്കർ, കുട്ടികൾക്ക് പഠനം എന്ന് പറയുന്ന വലിയൊരു ഭാരമായി മാറുന്ന ഈ കാലത്ത് ഈ കുട്ടിയുടെ സൂയിസൈഡിൻ്റെ കാരണം എന്താണെന്നാണ് പ്രാഥമിക നിഗമനം? SKN അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാക്കട സ്വദേശിയാണ് വിദ്യാർത്ഥി. ഇദ്ദേഹത്തിന്റെ പേര് ബെൻസൺ എബ്രഹാം എന്നാണ്. ഈ കുട്ടിയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്ന് കാണിച്ച പോലീസിൽ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ബന്ധുക്കൾ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടിയാണ് കുട്ടിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ 6 മണിയോടെയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസിന്റെ ഒരു അനുമാനം അനുസരിച്ച് കുട്ടി പകൽ സമയത്ത് ഉൾപ്പെടെ ഈ സ്കൂൾ പരിസരത്ത് ഒളിച്ചിരുന്നതിന് ശേഷം രാത്രി ആത്മഹത്യ ചെയ്തു എന്നൊരു നിഗമനമാണ് പ്രാഥമികമായി പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ സ്കൂളിൽ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു ഇന്ന്. ഏതെങ്കിലും തരത്തിൽ ഈ ആശങ്കയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ സാധിക്കും. എന്തായാലും സ്കൂളിൽ വെച്ചൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഒരു +1 വിദ്യാർത്ഥിയാണ്. ഇതിൽ പോലീസ് അതീവ ഗൗരവകരമായി ഉള്ള ഒരു അന്വേഷണം നടത്തുന്നത്. കാരണം പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയാണ്. സ്കൂളിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 6 മണിയോടെയാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ബന്ധുക്കൾ ഇന്നലെ മുതൽ കാണാനില്ലെന്നൊരു പരാതിയായി പോലീസിനെ വൈകുന്നേരത്തോടുകൂടി സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ബന്ധുക്കളുടെയും അധ്യാപകരുടെ ഉൾപ്പെടെ മൊഴി വിശദമായി എടുക്കാനാണ് പോലീസ് നിലവിൽ ആദ്യഘട്ടത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് പോലീസിന് മുന്നിലുള്ള കടമ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഓക്കെ, താങ്ക് യു. എ.വി. ജയശങ്കറാണ് വിവരം നൽകിയത്. എന്നാൽ +1 വിദ്യാർത്ഥി സൂയിസൈഡ് ചെയ്തു എന്ന വാർത്ത, ഈ പഠനം എന്ന് പറയുന്ന വലിയ വലിയ ബാധ്യതയാകുന്ന ഒരു കാലമാണിത്. വീട്ടിലൊക്കെ തന്നെ മാതാപിതാക്കളും പരമാവധി ടെൻഷൻ കുട്ടികൾക്ക് കൊടുക്കും. പഠനത്തിനപ്പുറം ഒരു ലോകമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പഠനങ്ങൾക്കൊക്കെ തന്നെ വിലയിടിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അവർ അറിയുന്നുണ്ടോ എന്നോ. മാത്രമല്ല, ചില റെസിഡൻഷ്യൽ സ്കൂൾസ് മാനേജ്മെൻറ്റും അതുപോലെ ചില മോഡേൺ ഇംഗ്ലീഷ് മാനേജ്മെൻറ്റും ഒക്കെ ഒരു പട്ടാള ക്യാമ്പ് പോലെയാണ് സ്കൂളിനെ കാണുന്നത്. പട്ടാള ചിട്ടയിൽ വളർത്തുന്ന ഇവരൊക്കെ ഈ പട്ടാള ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ എന്തിന് കൊള്ളാം എന്ന് സമൂഹം ചോദിച്ചാൽ ഈ മാനേജ്മെൻറ്റ് എന്ത് മറുപടി പറയും എന്നെനിക്കറിയില്ല.